ഇറോട്ടിക് അല്ലാത്ത എലമെന്റ്സിനെ ഇറോട്ടിക് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇപ്പോൾ റഫീഖ് സാർ എഴുതിയിട്ടുള്ള മറ്റേ മാമല കണ്ടേ പുഴകൾ കണ്ടേ എന്ന് പറയുന്ന പാട്ടിനെയും ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവതരിപ്പിക്കാറുണ്ട്. ശരിക്കും അത് മാമല കാണുന്നതും പുഴകൾ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള സാധാരണ വരികളാണ്, പ്രകൃതി വർണ്ണനയാണ്. ഇതിൽ അതേപോലെ തന്നെ ONV സാർ എഴുതിയിട്ടുള്ള മാതളങ്ങൾ തളിർ ചൂടിയില്ലേ, കതിർ പാൽമണികൾ കനവാർന്നതില്ലേ എന്ന് ചോദിക്കുമ്പോൾ മതകൂജനമാർന്ന ഇണപ്രാക്കളില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ കൂജനമാർന്ന ഇണപ്രാക്കളുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ സംസാരിക്കും. ഞാൻ വിചാരിക്കുന്നത് രാവിലെയുള്ള മോർണിംഗ് വിഷ്വൽസ് ആണ്. തീർച്ചയായും മാതളങ്ങൾ പ്രണയഭാവവും ആണ് ഭാവവും അവിടെ കൊണ്ടുവരണം. രണ്ടും വേണം, ബിംബങ്ങൾ ഉപയോഗിക്കണം, ബ്ലെൻഡ് ചെയ്യണം. പ്രാവുകളെ അങ്ങനെ കൊണ്ടുവരുമ്പോഴും മാതളങ്ങൾ തളിർ ചൂടിയത് സാധാരണ തന്നെ മാതള ഇലകൾ തളിർ ചൂടിയതാണ്, തളിരാണ് കാണിക്കുന്നത്. കതിർ പാൽമണികൾ എന്ന് വെച്ചാൽ വെള്ളത്തുള്ളി ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ സൂര്യപ്രകാശം അതിലടിക്കുമ്പോൾ അത് വെള്ള നിറമാകും. അപ്പൊ അതാണ് പാൽമണികൾ കനവാർന്നതില്ലേ, അപ്പൊ ഇങ്ങനെ വീഴാൻ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പാൽമണിയൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് വേറെ ഏതാണ്ടൊക്കെയാണ് ഇതിനകത്ത് തെറ്റിദ്ധാരണ. അത് ഈ പത്മനാഭ സാറിന്റെ ചില സിനിമകളിൽ അത്തരം ചില, പ്രത്യേകിച്ച് ഭരതൻ സാറുമായിട്ട് ചേർന്ന് ചെയ്ത ചില സിനിമകൾ അത്തരത്തിലുള്ളതായതുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ആൾക്കാർക്ക് തോന്നുന്ന ഇത് പ്യുവർ പ്രണയമാണല്ലോ ഇതില്, മറ്റൊന്നും ഇതിൽ വരുന്നില്ല. എന്നാൽ ഇതിൽ ചില അതിനപ്പുറത്തെ ചില ഭാവങ്ങൾ രചനയുടെ കൗശലത്തിലൂടെ ONV സാർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ചരണത്തിലുണ്ട്. നിന്നനുരാഗമിതെൻ സിരയിൽ സുഖഗന്ധമെഴും മതിരാസവമായി ഇളമാനിണ നിൻ കുളിർമാറിൽ സഖീ എന്നൊക്കെ അദ്ദേഹം വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാം കൂടി ചേർന്നതാണല്ലോ പ്രണയം. പത്മനാഭൻ സാറിന്റെ അദ്ദേഹം ആദ്യമായി സംവിധായകനാകുന്നത് പെരുവഴിയമ്പലം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. അതിൽ പാട്ടുകളില്ല. അദ്ദേഹം സംവിധായകനായ പല സിനിമകളിലും പാട്ടുകളില്ല. പക്ഷെ അദ്ദേഹം തിരക്കഥാകൃത്തായ പല സിനിമകളിലും മനോഹരമായ പാട്ടുകൾ അതിനു മുമ്പ് വന്നിട്ടുണ്ട്. രതി നിർവേദമായാലും തകര, കുടയോളം ഭൂമി കുടത്തോളം കുളിര് കുളിരാം കുരുന്നിലെ ചൂട് നുരയിടും പതയിടും നുരത്തിരമാല പെണ്ണിൻ്റെ ചേല്, ഇതൊക്കെ ആദ്യത്തെ സിനിമയിൽ തന്നെ സാക്ഷാൽ വയലാർ സാർ എഴുതിയിട്ടുണ്ട് ഒരു പാട്ട്, പ്രയാണം. അതിൽ ബിച്ചു തിരുമല എഴുതിയിട്ടുണ്ട്. അങ്ങനെ 4-5 പാട്ടുണ്ട് പ്രയാണത്തിൽ തന്നെ. പക്ഷെ അതൊക്കെ ഭരതൻ സാറാണ് സംവിധാനം. പിന്നെ ഇതായി ഇവിടെ വരെ IV ശശി അദ്ദേഹമാണ് സംവിധാനം. അതിലുമുണ്ട് നല്ല പാട്ടുകൾ, മനോഹരമായ പാട്ടുകളുണ്ട്. ധാരാളം പാട്ടുകൾ അദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ സ്പർശമുള്ള സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം സംവിധായകനായപ്പോൾ പാട്ടിന് സ്ഥാനമില്ല, വന്നില്ല. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ വിജയമായ സിനിമയാണ് കൂടെവിടെ. കൂടെവിടയിൽ 2 മനോഹരമായ പാട്ടുണ്ട്. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാൻ പ്രാവെല്ലാം പാറി പോകേ. പ്രാവ് പറന്നുപോയി. അങ്ങനെയാണ്. അതിൽ തന്നെ പിന്നെ ആടിവാ കാറ്റേ പാടിവാ കാറ്റേ 1000 പൂക്കൾ നുള്ളിവാ, മനോഹരമായ പാട്ടാണ്. ആ സിനിമയോടുകൂടിയാണ് പാട്ടുകൾക്കൊരു പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് വരുന്നത്. അതും ONV സാറും ജോൺസൺ മാസ്റ്ററുമാണ്. കുറേ സിനിമകളിൽ ഇങ്ങോട്ട് ONV സാറാണ് അദ്ദേഹത്തിന് മിക്ക സിനിമകളിലും അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടത്തിൽ പാട്ട് എഴുതിയിരുന്നത്. ഈ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലെ ഇതും മറ്റൊരു പാട്ടുണ്ട്, മറ്റേ ലോറി ഓടിച്ചു പോകുമ്പോൾ ആകാശമാകെ കണിമല തനനന പുലരി പോൽ വരും, ആ പാട്ടുണ്ട്. ആ വണ്ടി ആ ഒരു ഫീലാണ്, സ്പീഡ് ഒരു ഫീൽ, മ്യൂസിക് ഒക്കെ. അതെ. ജോൺസൺ മാസ്റ്റർ ഭയങ്കര ബ്രില്യൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ രസകരമായ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലുണ്ട്. പിന്നെ അദ്ദേഹം തിരക്കഥ എഴുതിയ കാണാമറയത്ത്, അതിൽ ഒരുപാട് മനോഹരമായ പാട്ടുകളുണ്ട്. അതിൽ ഇപ്പം പിന്നീട് റീമിക്സ് ചെയ്ത് തന്നെ വന്ന പാട്ടുണ്ട്, ഒരു
അതിലായിരമാശകളാലൊരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ. വളരെ എന്ന് പറഞ്ഞിട്ടങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ആ പാട്ടുകൾ, അങ്ങനെ ധാരാളം പാട്ടുകൾ അത് പിന്നീടുള്ള സിനിമകളിൽ വന്നു. ദേശാടനക്കിളികൾ കരയാറില്ല. ദേശാടനക്കിളി കരയാറില്ല ഉണ്ട്. പിന്നെ ഒഴിവുകാലം, ഒഴിവുകാലത്തിലെയാണ് ജയകുമാർ സാറാണ് വരികൾ. സായന്തനം സായന്തനം നിഴൽ വീശിയില്ല, ശ്രാവണ പൂക്കളുറങ്ങിയില്ല, പൊയ്പോയ നാളിൻ മയിൽ പീലി മിഴികളിൽ നീലാഞ്ജനദ്യുതി മങ്ങിയില്ല. അത് പറയാം. അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ആണ് ഒഴിവുകാലം എടുക്കുന്നത്. PV ഗംഗാധരൻ സാർ കോഴിക്കോട് കളക്ടറാണെന്ന് ജയകുമാർ സാർ എന്ന് കോഴിക്കോട് കളക്ടർ. അപ്പോൾ ഇങ്ങനെ സൗഹൃദം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പുതിയ സിനിമ എടുക്കുമ്പോൾ പാട്ട് എഴുതാനുള്ള PV ഗംഗാധരൻ സാറ് വിളിച്ചു ഇദ്ദേഹത്തെ. അപ്പം അങ്ങനെ ചെന്നൈയിൽ ചെന്നു. അപ്പോൾ റൂമിൽ ചെല്ലുമ്പോൾ ഭരതൻ സംവിധാനം, പത്മരാജൻ തിരക്കഥ, ജോൺസൺ മാസ്റ്റർ മ്യൂസിക് ഇരിപ്പുണ്ട്. പുതിയ ആളിനെല്ലാം പരിചയപ്പെടുത്തി. അപ്പം അച്ഛൻ്റെ ഒരു സിനിമയിൽ പണ്ട് അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, കൃഷ്ണനായർ സാറിൻ്റെ. അതല്ലാതെ അത് അച്ഛൻ്റെ സിനിമയിൽ മകൻ പാട്ട് എഴുതുന്ന ഒരു വലിയ സംഭവമല്ല. പക്ഷേ ഇത് പുതുതായി വലിയൊരു പ്രതിഭകളുടെ സംഗമത്തിൽ പാട്ടെഴുതാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയും, എൻ്റെ ആദ്യത്തെ പാട്ട് ഈ പാട്ടാണ്, സായന്തനം നിഴൽ വീഴ്ച. അപ്പം വന്നു, ഇങ്ങനെ പരിചയപ്പെട്ടു. കൃഷ്ണനായർ സാറിൻ്റെ മകനും കൂടെ ആണ്, ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇരുന്നു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു. ഇതിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 40 വയസ്സ് കഴിഞ്ഞ് അവർ തമ്മിലുള്ളൊരു പ്രണയമാണ്. കല്യാണം കഴിച്ച് ഒഴിഞ്ഞ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അതിലൊരു പ്രയോഗമുണ്ട്, അത് ഞാൻ പറയാം അതിലേക്ക്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അടുത്ത മുറിയിൽ പോയിരുന്ന അദ്ദേഹം എഴുതി. ഈ ആദ്യത്തെ 4 വരി എഴുതി. സായന്തനം നിഴൽ വീശിയില്ല, പ്രായത്തിൻ്റെ വൈകുന്നേരമായിട്ടും അവരിൽ പ്രണയത്തിന് നിഴൽ വീണിട്ടില്ല. ഇല്ല, ശ്രാവണപ്പൂക്കൾ ഉറങ്ങിയിട്ടില്ല. മനസ്സിൻ്റെ മുറ്റത്ത് ഇട്ടിരിക്കുന്ന ശ്രാവണപ്പൂക്കൾ, അല്ലെങ്കിൽ ആ മനോഹരമായ പൂക്കളൊന്നും വാടിയിട്ടില്ല, വാടി തുടങ്ങിയിട്ടില്ല. അതങ്ങനെ പൂത്തുലഞ്ഞിപ്പോഴും പ്രണയഭാവത്തിൽ നിൽക്കുന്നു. പൊയ്പോയ നാളിൻ മയിൽപ്പീലി മിഴികളിൽ നീലാഞ്ജന ദ്യുതി മങ്ങിയിട്ടില്ല. ആ കണ്ണുകളിലെ പ്രണയത്തിൻ്റെ മിന്നലുകൾ, പ്രകാശം, അത് മങ്ങിയിട്ടില്ല. ഇതാണ് സംഭവം. ഇത് എഴുതി പത്മരാജൻ സാറാണ് ഈ പേപ്പർ വാങ്ങിക്കുന്നത്. വായിച്ചു. സായന്തനം നിഴൽ വീശിയില്ല, ശ്രാവണപ്പൂക്കൾ ഉറങ്ങിയില്ല, പൊയ്പോയ നാളിൻ മയിൽപ്പീലി മിഴികളിൽ നീലാഞ്ജന ദ്യുതി മങ്ങിയില്ല. കറക്റ്റ്. അത് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആലോചിക്കണം. പിന്നാണ് അദ്ദേഹം എഴുതുന്നത്, ശ്രീമതി പക്ഷികൾ സാധകം ചെയ്യുന്ന സാമഗാനം കേട്ടു എന്നൊക്കെയുള്ള പിന്നീട് അതിൻ്റെ ബാക്കിയുള്ള വരികളാണ്. ശ്രീമതി പക്ഷി എന്നുള്ള പ്രയോഗം, നോട്ട് കുമാരി. അപ്പോൾ അത്ര മനോഹരമായ പാട്ടുകൾ. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ചൂളം കുത്തും കാറ്റേ കൂടെ വാ, അങ്ങനൊരു പാട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വന്നു. പലതും ONV കുറുപ്പ് സാറാണ് എഴുതിയത്. ഇവർ തമ്മിലൊന്ന് തെറ്റി. അങ്ങനെയുണ്ടൊരു സംഭവം, അതും പറയണമല്ലോ. തൂവാനത്തുമ്പികൾ എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണ്. തൂവാനത്തുമ്പികൾ കൾട്ട് ഫിലിമാണ്. എന്നാൽ അതിൽ ഇറങ്ങിയ കാലത്ത് അത് അത്രയും ഉൾക്കൊണ്ടിട്ടില്ല ജനം എന്ന്. അതൊക്കെ ഞാൻ പറയാം, അതിലേക്ക് വരാം. കാരണം പത്മനാഭൻ സാറിൻ്റെ പല സിനിമകളും കാലത്തിന് വളരെ മുമ്പേ സഞ്ചരിച്ചു പോയവയാണ്.